എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ ജൂൺ 2-ാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ്, വളരെ സുപ്രധാനമായിട്ടുള്ള നിയമസഭാ സമ്മേളനം നാളെ തുടങ്ങുകയാണ്. സ്കൂൾ പ്രവേശനോത്സവം കാരണം നാളേക്ക് മാറ്റുകയായിരുന്നു. നാളെ ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പ് നടക്കുന്നതാണ്. പിന്നെ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന് മേലുള്ള നന്ദി പ്രമേയ ചർച്ച നാളെ മുതൽ തന്നെ ആരംഭിക്കുന്നതാണ്. ഈ മാസം 19-ാം തീയതിയാണ് കേരളം പ്രതീക്ഷിക്കുന്ന വളരെ സുപ്രധാനമായിട്ടുള്ള പ്രഖ്യാപനങ്ങൾ പ്രതീക്ഷിക്കുന്ന ബജറ്റ് നടക്കാൻ വേണ്ടി പോകുന്നത്. 5 ഗ്യാരണ്ടികൾ നേരത്തെ പ്രഖ്യാപിച്ചതിൽ ഏതെല്ലാം നടപ്പിലാകും എന്നുള്ളതാണ്. സ്ത്രീ സുരക്ഷാ പെൻഷൻ ഇനി ലഭിക്കുമോ എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ആകാംക്ഷയോടെയുള്ള കാത്തിരിപ്പ്, ഇതെല്ലാം ഉണ്ട് ഈ ഒരു ബജറ്റ് വരുമ്പോൾ. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് 15-ാം തീയതി മുതൽ സ്ത്രീകൾക്ക് സൗജന്യമായിട്ടുള്ള ബസ് യാത്ര ആരംഭിക്കുകയാണ്. ബജറ്റ് ടൂറിസ്റ്റ് ബസ്സുകൾ, AC ബസ്സുകൾ, അന്തർ സംസ്ഥാന ബസ്സുകൾ ഒഴികെയുള്ള സംസ്ഥാനത്തെ എല്ലാ KSRTC ബസ്സുകളിലും കേരളത്തിനുള്ളിൽ യാത്ര ചെയ്യുന്നതിന് കേരളത്തിലെ മുഴുവൻ സ്ത്രീകൾക്കും സൗജന്യമായിരിക്കും എന്നാണ് സർക്കാർ അറിയിച്ചിട്ടുള്ളത്. ഇതേ രീതിയിൽ തന്നെയാണ് പദ്ധതി നടപ്പിലാകുക. ഉമ്മൻചാണ്ടിയുടെ പേരിൽ 25 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ്, അത് ഒരു കുടുംബത്തിന് ഒരു വർഷത്തേക്കാണ് 25 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് സൗജന്യ ചികിത്സ വാഗ്ദാനം ചെയ്തിട്ടുള്ളത്. അതും ഈ ഒരു ബജറ്റിൽ പ്രഖ്യാപിക്കും എന്നുള്ളതാണ്. ഒരു സമ്പൂർണ്ണ ബജറ്റാണ് പ്രഖ്യാപിക്കാൻ വേണ്ടി പോകുന്നത്. ഇടക്കാല ബജറ്റ് മുൻ ധനമന്ത്രി KN ബാലഗോപാൽ ജനുവരിയിൽ നടത്തിയിരുന്നു. അതിന് പിന്നാലെ ഇപ്പോൾ ഭരണം മാറിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയും ധനമന്ത്രിയും കൂടിയായിട്ടുള്ള VD സതീശനാണ് ഇപ്രാവശ്യം ബജറ്റ് അവതരിപ്പിക്കാൻ പോകുന്നത്. ഇതിന് പുറമെ 3000 രൂപ ക്ഷേമ പെൻഷൻ ആക്കുന്നതിന്റെ ആദ്യഘട്ടം എന്നോടൊപ്പം ഒരു 100 രൂപയുടെയോ 200 രൂപയുടെയോ വർധനവും പ്രതീക്ഷിക്കുകയാണ്. നയപ്രഖ്യാപന പ്രസംഗത്തിൽ 3000 രൂപ പെൻഷനാക്കും എന്നും പറഞ്ഞിട്ടുണ്ട്. അത് ഇനി ഒറ്റയടിക്ക് 3000 രൂപയാക്കുമോ എന്നുള്ളൊരു സർപ്രൈസ് ഗിഫ്റ്റ് നമുക്ക് കിട്ടുമോ എന്നുള്ളതും നമ്മൾ ആകാംക്ഷയോട് കൂടിയിട്ട് കാത്തിരിക്കുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, യുവാക്കൾക്ക് 5 ലക്ഷം രൂപ പലിശരഹിത ലോൺ ലഭിക്കും എന്നുള്ളതാണ്. യുവജനങ്ങൾക്ക് സംരംഭങ്ങൾ തുടങ്ങുന്നതിന് വേണ്ടിയിട്ടാണ് ഈ 5 ലക്ഷം രൂപയുടെ പലിശരഹിത വായ്പ ലഭിക്കുന്നത്. അതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. മറ്റൊന്ന്, കോളേജ് വിദ്യാർത്ഥിനികൾക്ക് 1000 രൂപ പ്രതിമാസം ലഭിക്കും എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു പ്രഖ്യാപനം തന്നെയാണ്. അപ്പോൾ വിദ്യാർത്ഥിനികൾക്ക് 1000 രൂപ ലഭിക്കുക എന്നുള്ളത് ചില്ലറ കാര്യമല്ല. അത് അവരുടെ പഠനാവശ്യത്തിന് സൗജന്യ യാത്രയും ഒക്കെ ആവുമ്പോൾ അവരുടെ പഠനം സുഗമമാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. മറ്റൊന്ന് സ്ത്രീ സുരക്ഷാ പെൻഷന്റെ കാര്യമാണ്. സ്ത്രീ സുരക്ഷാ പെൻഷന്റെ കാര്യം കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിരുന്നു. ദേശാഭിമാനിയിൽ വന്ന ഒരു വാർത്തയുടെ അടിസ്ഥാനത്തിൽ, ദേശാഭിമാനി ഓൺലൈനിൽ വന്നത്, UDF സർക്കാർ അധികാരത്തിലേറി 2 ആഴ്ച കൊണ്ട് സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതി അട്ടിമറിച്ചു എന്നാണ് പറയുന്നത്. എല്ലാ മാസവും 25-ാം തീയതി വിതരണം ചെയ്യുന്ന പണം ഈ മെയ് മാസം എത്തിയില്ല എന്നാണ് അതിൽ ആരോപിക്കുന്നത്. പക്ഷേ ആ ഒരു ആരോപിക്കുന്ന ആളുകളോട് ചോദിക്കാനുള്ളത്, ഏപ്രിൽ മാസത്തെ പണം അപ്പോൾ ആരാണ് മുടക്കിയത്? എന്തുകൊണ്ടാണത് നൽകാതിരുന്നത്? ഈ ഒരു കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് 1800 കോടി രൂപ ബജറ്റിൽ നീക്കിയിരിപ്പുണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നു. വെറും 300 കോടി രൂപ മാത്രം മതിയായിരുന്നു സ്ത്രീ സുരക്ഷാ പെൻഷൻ നൽകുന്നതിന് വേണ്ടിയിട്ട്. എന്തുകൊണ്ടാണ് LDF സർക്കാർ അത് വിതരണം ചെയ്യാതെ നിർത്തിപ്പോയത്? ഫെബ്രുവരിയിലും മാർച്ചിലും മാത്രം വിതരണം ചെയ്തത് എന്നുള്ളത് വ്യക്തമാക്കിയാലേ ഇങ്ങനെ ഒരു റിപ്പോർട്ടിൽ വാസ്തവം എന്തെങ്കിലും ഉണ്ട് എന്ന് കരുതാനാവൂ. അത് തുടങ്ങിയത് LDF സർക്കാരാണ്, നിർത്തിയതും LDF സർക്കാർ തന്നെയാണ്. ഇനി ഈ പദ്ധതി തുടർന്നും ലഭിക്കും എന്നുള്ള പ്രതീക്ഷ നമുക്കുണ്ട്. പദ്ധതി വീണ്ടും അങ്ങോട്ട് ആരംഭിക്കാൻ പോകുന്നു എന്നുള്ള വിവരങ്ങളുമുണ്ട്. അപ്പോൾ UDF സർക്കാർ വീണ്ടും ഈ ഒരു പദ്ധതി ആരംഭിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയുണ്ട്. ബജറ്റിൽ അതിനുമായിട്ട് ഫണ്ട് മാറ്റിവെക്കുന്നതോ അല്ലെങ്കിൽ മറ്റ് പ്രഖ്യാപനങ്ങളോ ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയാണ് നമുക്കുള്ളത്. അപ്പോൾ 19-ാം തീയതി വരെ അതിനു വേണ്ടിയിട്ടും കാത്തിരിക്കാവുന്നതാണ്. ഇതാണ് ബജറ്റുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. മറ്റൊന്ന്, നമ്മുടെ സംസ്ഥാനത്ത് റേഷൻ വിതരണം, ജൂൺ മാസത്തെ റേഷൻ വിതരണം നാളെ മുതൽ ആരംഭിക്കുകയാണ്. തിങ്കളാഴ്ച അവധിക്ക് ശേഷമാണ് ചൊവ്വാഴ്ച മുതൽ റേഷൻ വിതരണം ആരംഭിക്കുന്നത്. ഓരോ റേഷൻ കാർഡിനും എന്തെല്ലാം ലഭിക്കും എന്നെല്ലാം നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞതാണെങ്കിലും ഒരിക്കൽ കൂടി പറയാം. മഞ്ഞ റേഷൻ കാർഡിന് 30 കിലോ അരിയും 2 കിലോ ഗോതമ്പും 3 പാക്കറ്റ് ആട്ടയും ലഭിക്കും. അരിയും ഗോതമ്പും സൗജന്യമാണ്. ആട്ടയ്ക്ക് 7 രൂപ വീതം നൽകണം. പിങ്ക് റേഷൻ കാർഡിലെ ഓരോ അംഗങ്ങൾക്കും 4 കിലോ വീതം അരിയും 1 കിലോ ഗോതമ്പും ലഭിക്കും. അത് സൗജന്യമാണ്. മൊത്തം ലഭിക്കുന്ന ഗോതമ്പിൽ നിന്നും 4 കിലോ ഗോതമ്പ് കുറച്ച് പകരം 4 പാക്കറ്റ് ആട്ട നൽകും. കാർഡിൽ 4 അതിൽ കുറവോ അംഗങ്ങളാണെങ്കിൽ അവർക്ക് ഗോതമ്പ് ലഭിക്കില്ല, വെറും ആട്ട മാത്രമാണ് ലഭിക്കുക. ആട്ടയ്ക്ക് 9 രൂപയാണ്. നീല റേഷൻ കാർഡിലെ ഓരോ അംഗങ്ങൾക്കും 2 കിലോ വീതം അരി 4 രൂപ നിരക്കിൽ ലഭിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ 4 ആട്ട, ഒരു ആട്ടയ്ക്ക് 17 രൂപ നിരക്കിൽ ലഭിക്കും.
വെള്ള റേഷൻ കാർഡിൽ ആകെ 4 കിലോ അരിയാണുള്ളത്. 10 രൂപ 90 പൈസ നിരക്കിലാണ് ലഭിക്കുക. 4 ആട്ട 17 രൂപ നിരക്കിലും, ഒരു ആട്ടയ്ക്ക് 17 രൂപ നിരക്കിലും ലഭിക്കും. ബ്രൗൺ റേഷൻ കാർഡിന് 2 കിലോ അരി 10 രൂപ 90 പൈസ നിരക്കിലും, ഒരു ആട്ട 17 രൂപക്കും ലഭിക്കും. പിന്നെ ഏപ്രിൽ മെയ് ജൂൺ മാസത്തെ മണ്ണെണ്ണ മഞ്ഞ റേഷൻ കാർഡിന് 1 ലിറ്റർ, ബാക്കിയുള്ള റേഷൻ കാർഡിന് 1/2 ലിറ്ററും വാങ്ങാവുന്നതാണ്. ഇതാണ് ഈ മാസത്തെ റേഷൻ വിഹിതങ്ങളായിട്ടുള്ളത്. അതാണ് ഈ ഒരു ചൊവ്വാഴ്ച മുതൽ, ജൂൺ 2-ാം തീയതി ചൊവ്വാഴ്ച മുതൽ ആരംഭിക്കുന്നത്. അതെല്ലാം എല്ലാവരും പോയിട്ട് വാങ്ങാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പിന്നെ 2 മാസത്തെ റേഷൻ വിഹിതം UDF സർക്കാർ നിർത്തി എന്നുള്ള ഒരു പ്രചരണം വ്യാപകമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാണ് 2 മാസം തുടർച്ചയായിട്ട് റേഷൻ ഒരുമിച്ച് നൽകിയത് എന്നുള്ളത് കൂടി പഠിക്കണം. അത് ഈ നിയമസഭാ ഇലക്ഷന് തൊട്ട് മുന്നോടിയായിട്ടാണ് ഈ ഒരു 2 മാസത്തെ റേഷൻ, അതായത് 2026 ഏപ്രിലെയും മെയ് മാസത്തെയും റേഷൻ മാത്രമാണ് രണ്ടും ഒരുമിച്ച് വാങ്ങാനുള്ള ഒരു അവസരം ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് എല്ലാവരും ശ്രദ്ധിക്കണം. പല ആളുകളും ഏപ്രിൽ ഇത് വാങ്ങിയപ്പോൾ അത് ഒറ്റ മാസത്തേതാണ്, അത് അധികമാണ് എന്നൊക്കെ തെറ്റിദ്ധരിച്ചുകൊണ്ട്, അതായത് ഏപ്രിൽ മാസത്തിൽ ലഭിക്കുന്ന റേഷൻ ഇരട്ടിയാണ് എന്ന് തെറ്റിദ്ധരിച്ച് ഈ സർക്കാരിന് വോട്ട് ചെയ്തവർ വരെ ഉണ്ടാകാം. ആ ഒരു വോട്ട് പ്രതീക്ഷിച്ചുകൊണ്ടായിരിക്കാം ആ ഒരു ഇരട്ടി റേഷൻ നൽകിയിട്ടുണ്ടാകുക. എന്തായാലും അത് ഇനി അങ്ങോട്ട് ഇല്ല എന്നൊക്കെ വ്യാപകമായിട്ടുള്ള പ്രചരണം നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ കാര്യം ഇങ്ങനെയാണ്. ഇതിനു മുമ്പൊന്നും ലഭിച്ചിട്ടില്ല. 10 വർഷമായി കഴിഞ്ഞ സർക്കാർ ഭരിക്കുന്നു. പക്ഷേ ഈ ഒരു UDF സർക്കാർ വന്ന് 2 ആഴ്ചക്കകം ഇത്തരത്തിലുള്ള മാറ്റങ്ങളൊക്കെ ഉണ്ടായി എന്നുള്ള വ്യാപകമായിട്ടുള്ള പ്രചരണം നടക്കുമ്പോൾ ഇതിനു മുമ്പ് അത് എത്ര കാലം ലഭിച്ചിരുന്നു എന്നുള്ളത് കൂടി നോക്കണം. കഴിഞ്ഞ 2 മാസം, അതായത് 2026 ഏപ്രിൽ മെയ് മാസത്തിൽ മാത്രമാണ് 2 ഒരുമിച്ച് ലഭിച്ചത്. അത് ഇനി അങ്ങോട്ട് എല്ലാ മാസവും അതായത് റേഷൻ മാത്രമായിരിക്കും ലഭിക്കുക എന്നുള്ളതുമാണ്. ഇതാണ് റേഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. മറ്റൊന്ന്, നമ്മുടെ രാജ്യത്ത് പൊതുമേഖലാ എണ്ണ കമ്പനികൾ പുതിയ ഗ്യാസ് വില പ്രഖ്യാപിച്ചപ്പോൾ ഗാർഹിക പാചകവാതക സിലിണ്ടറിന് വില വർദ്ധിപ്പിച്ചിട്ടില്ല എന്നുള്ള ആശ്വാസമുണ്ട്. 46 രൂപയുടെ വില വർധനവാണ് വാണിജ്യ സിലിണ്ടറിന് വരുത്തിയിട്ടുള്ളത്. ഇതോടെ വാണിജ്യ സിലിണ്ടറിന്റെ ശരാശരി വില 31.31, അതായത് 3131 രൂപയായി എന്നുള്ള സങ്കടകരമായിട്ടുള്ള ഒരു കാര്യമുണ്ട്. 5 മാസം മുമ്പ് ഈ ഒരു ഗ്യാസ് സിലിണ്ടറിന്റെ വില 1500 രൂപയായിരുന്നു. അതാണ് 3131 രൂപയിൽ എത്തിയിരിക്കുന്നത്. ഇപ്പോൾ തന്നെ നമുക്കറിയാം ഹോട്ടൽ ഭക്ഷണത്തിന് വൻതോതിലാണ് വില വർദ്ധിച്ചിട്ടുള്ളത്. ചായക്ക് 15-12 രൂപയ്ക്ക് ആയിട്ടുണ്ട്. അതൊക്കെ ഇനിയും കൂടുകയല്ലാതെ കുറയാൻ പോകുന്നില്ല. അവർക്കും എന്തെങ്കിലും കിട്ടണമെങ്കിൽ വില കൂട്ടുകയല്ലാതെ നിവൃത്തിയില്ലാത്ത അവസ്ഥയാണ്. മറ്റൊന്ന്, പെട്രോൾ ഡീസൽ വിലയ്ക്ക് വർദ്ധിക്കുന്ന സാഹചര്യം ഉണ്ട്. അപ്പോൾ വിലക്കയറ്റം കൂടും, ഇനി അങ്ങോട്ട് കൂടുകയാണ് ഉണ്ടാകുക എന്നുള്ളതും വാസ്തവമാണ്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്നു മുതൽ പാലിന് വില വർദ്ധിച്ചിട്ടുണ്ട്. എല്ലാ വിഭാഗം പാലിനും ലിറ്ററിന് 4 രൂപയാണ് വർദ്ധിച്ചത്. ഒരു പാക്കറ്റിന് 2 രൂപയാണ് വർദ്ധിച്ചിട്ടുള്ളത്. പിണറായി സർക്കാരിന്റെ അവസാന കാലത്തെ തീരുമാനമായിരുന്നു ഇത് ജൂൺ 1 മുതൽ വർദ്ധിപ്പിക്കാനാണ് തീരുമാനിച്ചിരുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് വില വർധനവ്. 28 രൂപയായിരുന്നു നിലവിൽ ഒരു പാക്കറ്റ് പാലിന്റെ വില. അത് 30 രൂപയാവുകയാണ്. 29 രൂപ ഉണ്ടായിരുന്നത് 31 രൂപ, അതായത് പച്ച കളർ പാക്കിലാണ് 29 രൂപ ഉണ്ടായിരുന്നത്, അത് 31 രൂപയാകുന്നുണ്ട്. 28 രൂപയാണ് കൂടുതൽ പാക്കറ്റിന് വില വന്നിരുന്നത്, അത് 30 രൂപയാകുന്നുണ്ട്. ഇതുപോലെ തന്നെ പാലിന്റെ മറ്റു ഉൽപ്പന്നങ്ങൾ, നെയ്യ്, മറ്റുള്ള ഉൽപ്പന്നങ്ങൾക്കൊക്കെ വില കൂടും എന്നുള്ളതാണ്. തൈരിന് 5 രൂപയാണ് വർദ്ധിക്കുന്നത്. അപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷനുകൾക്ക് ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ദൂരെ.